ഇതിലും കുറച്ച് പ്രൊഡക്ട്സ് വെച്ച് മേക്കപ്പ് ചെയ്യാൻ പറ്റുമോയെന്ന് ചോദിച്ചാൽ മേ ബി പറ്റുമായിരിക്കും. പക്ഷേ എൻ്റെ മിനിമം ഇത്രയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐബ്രോസ്. എൽഫിൻ്റെ ഐബ്രോ പെൻസിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. സമയമെടുത്ത് ഔട്ട്ലൈൻ ചെയ്ത് ഫിൽ ചെയ്തിട്ട് വേണം ബ്രഷ് യൂസ് ചെയ്ത് പ്രൊഡക്റ്റ് നന്നായിട്ട് ബ്രഷ് ഔട്ട് ചെയ്ത് എല്ലായിടത്തും ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഐബ്രോസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തിന് വരുന്ന വ്യത്യാസം നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഒരു ലിപ് ബാം യൂസ് ചെയ്ത് ലിപ്സിനെ പ്രെപ്പ് ചെയ്ത് വെക്കുന്നു. നെക്സ്റ്റ് കൺസീലറാണ്. ഞാൻ മേബ്ലിൻ്റെ ഏജ് റിവൈൻ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് കൺസീലേഴ്സ് ഔട്ട് ദെയർ ആൻഡ് ഇഫ് യു ഗെറ്റ് ഇറ്റ് ഇൻ യുവർ ഷെയ്ഡ് യു ഷുഡ് ഡെഫിനറ്റ്ലി ഗെറ്റ് ഇറ്റ്. ഒരു ബ്യൂട്ടി സ്പോഞ്ച് എടുത്ത് നനച്ച് നന്നായിട്ട് വെള്ളം ഞെക്കി പിഴിഞ്ഞ് നല്ല സോഫ്റ്റ് ആൻഡ് സ്ക്വിഷി ആക്കി എടുക്കുക. അപ്പോഴാണ് നമ്മുടെ പ്രോഡക്റ്റ് ബ്ലെൻഡ് ചെയ്യാൻ ഇറ്റ് വിൽ ബി ദ ബെസ്റ്റ് ടൂൾ ഇൻ മൈ ഒപ്പീനിയൻ. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം എൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ കറുത്ത പാടുകളെല്ലാം അതിന് മേലെ നമ്മൾ ആ കൺസീലർ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കിട്ടും. ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്ത് കണ്ണിൻ്റെ അടിഭാഗം, സ്മൈൽ ലൈൻസ്, താടി ആൻഡ് ജോ ലൈൻ ഇവിടെയൊക്കെയാണ് ഞാൻ കൂടുതൽ ഓയിലി ആവുന്നത്. അപ്പോൾ അവിടെയൊക്കെയാണ് ഞാൻ പൗഡർ കൂടുതൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നിങ്ങളുടെ ഫേവറേറ്റ് മസ്കാര എടുക്കുക. അപ്പർ ഐലാഷസ് ആൻഡ് ലോവർ ഐലാഷസ് 1-2 കോട്ട് ഓഫ് മസ്കാര ഇടുക. അത് നമ്മുടെ കണ്ണ് നന്നായിട്ട് ഓപ്പൺ ചെയ്യും. ഒരു റെഡ് ബ്രൗൺ ലിപ്പ് ലൈനറാണ് അടുത്തതായിട്ട് നിങ്ങളുടെ വാനിറ്റിയിൽ എന്തായാലും ഉണ്ടായിരിക്കേണ്ടത്. ഏതറിയാണ്ട് വാങ്ങിച്ച ലിപ്സ്റ്റിക് ആണെങ്കിലും ഒരു ബ്രൗൺ റെഡ് ലിപ്പ് ലൈനർ ഉണ്ടെങ്കിൽ ഏത് തരം ലിപ്സ്റ്റിക്കിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഈ ലിപ്പ് ലൈനർ ഇടുക, അതിൻ്റെ മേലെ ലിപ്സ്റ്റിക് ഇടുക ആൻഡ് ദെൻ യു വിൽ ഗെറ്റ് ദ പെർഫെക്റ്റ് ഷെയ്ഡ്. ആൻഡ് ദിസ് ഇസ് ദി ഫിനിഷ് ലുക്ക്.